ഫെബ്രുവരി 23 വിശുദ്ധ പോളികാർപ്പ് രക്തസാക്ഷി, സഭാപിതാവ്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ട് സുവിശേഷ സത്യങ്ങൾ പഠിക്കുകയും ആദിമ ക്രിസ്ത്യാനികൾക്ക് സജീവ നേതൃത്വം കൊടുക്കുകയും ചെയ്ത സഭാപിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ പോളികാർപ്പ്. പോളികാർപ്പിനെ സുവിശേഷങ്ങൾ പഠിപ്പിക്കുകയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്തത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. ടർക്കിയിലെ സ്മിർനായിലെ മെത്രാനായി വിശുദ്ധ യോഹന്നാൻ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. അന്ന് അദ്ദേഹത്തിന് ഏകദേശം 37 വയസ്സുണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. യോഹന്നാൻ ശ്ലീഹ പിന്നീട് പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. യോഹന്നാൻ ശ്ലീഹയുടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ സ്മിർനായിലെ ദൂതനായി പേരെടുത്തത് പറയുന്നത് പോളികാർപ്പിനെയാണ്. നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ്. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്താണെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. വെളിപ്പാട് 2:9-10. ഇതാണ് അവസാനം സംഭവിച്ചതും. AD 155 പോളികാർപ്പിന് ഏകദേശം 86 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അനിസേത്തൂസ് മാർപ്പാപ്പയെ കാണാൻ റോമിലേക്ക് യാത്ര ചെയ്തു. ഈസ്റ്റർ ആഘോഷിക്കുന്ന തീയതിയെക്കുറിച്ചുള്ള തർക്കത്തിന് പരിഹാരമുണ്ടാക്കാൻ അവിടെ അദ്ദേഹം മാർപ്പാപ്പയുമായി സംസാരിച്ചു. എന്നാൽ അന്നും ശാശ്വതമായ ഒരു തീരുമാനവും ഉണ്ടായില്ല. എങ്കിലും പൗരസ്ത്യ പാരമ്പര്യം തുടരാൻ മാർപ്പാപ്പ അനുവാദം കൊടുത്തു. അതനുസരിച്ച് നീസാൻ മാസത്തിലെ 14-ാം തീയതി, അത് ഏത് ദിവസമാണെങ്കിലും ഉയർപ്പ് തിരുനാളായി ആഘോഷിക്കുന്ന പൗരസ്ത്യ സഭയിലെ പാരമ്പര്യം തുടർന്നു. അദ്ദേഹം സ്മിർനയിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ മാർക്കസ് ഒറേലിയൂസ് ചക്രവർത്തി അതിനിഷ്ഠൂരവും നിർദ്ദയവുമായ മതമർദ്ദനം അഴിച്ചുവിട്ടു. സ്മിർനയിൽ താമസിച്ചിരുന്ന പോളികാർപ്പിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനമുണ്ടെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം അവിടെ തന്നെ താമസിക്കാൻ തയ്യാറായി. അവസാനം ക്രിസ്ത്യാനികളുടെ സ്നേഹപൂർവകമായ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് പിന്മാറി. എന്നാൽ മർദ്ദനമേറ്റ ഒരു അടിമ അദ്ദേഹത്തിൻ്റെ ഒളിവ് സ്ഥലം വെളിപ്പെടുത്തി കൊടുത്തു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ദൈവഹിതം നിറവേറാൻ അദ്ദേഹം അറസ്റ്റിന് വഴങ്ങി. അധികാരിയായ പ്രൊക്കോൺസൂളിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട പോളികാർപ്പിനോട് സീസറിൻ്റെ പ്രതിമയിൽ സത്യം ചെയ്യാനും ക്രിസ്തുവിനെതിരെ ദൂഷണം പറയാനും അയാൾ ആജ്ഞാപിച്ചു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി അതിപ്രസിദ്ധമാണ്. 86 വർഷം ഞാൻ ക്രിസ്തുവിനെ സേവിച്ചു. അവിടുന്ന് എനിക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പ്രത്യുത വളരെ നന്മ ക്രിസ്തുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവവും രക്ഷകനുമായ കർത്താവിശ്വമിശിഹായെ എങ്ങനെ ഞാൻ ദുഷിപ്പ് പറയും? അവിടുന്നാണ് ന്യായാധിപൻ. ഇത് കേട്ട് ക്രുദ്ധനായ പ്രൊക്കോൺസൂൾ പോളികാർപ്പിനെ ജീവനോടെ ദഹിപ്പിക്കാൻ ആജ്ഞാപിച്ചു. പോളികാർപ്പിൻ്റെ കരങ്ങൾ പുറകോട്ട് കെട്ടി സ്മിർനയിലെ മൈതാനമധ്യത്തിൽ കൊണ്ടുപോയി നിർത്തി ചുറ്റും വിറകുകൾ അടുക്കി കത്തിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ എന്നെ ഓഹരിയാക്കിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്തുതിക്കായി എന്നെ തന്നെ ബലിയർപ്പിക്കുന്നതിനും സ്വർഗത്തിൽ അനവരതം സ്തുതിക്കുന്നതിനും എന്നെ യോഗ്യനാക്കണമേ. ആമേൻ. പ്രാർത്ഥന കഴിയുന്നതുവരെ അത്ഭുതത്തോടെ കാത്തുനിന്ന ആരാധകന്മാർ വിറകുകൂമ്പാരത്തിൽ തീ കൊളുത്തിവിട്ടു. എന്നാൽ അഗ്നി അദ്ദേഹത്തെ തൊട്ടില്ല. ചിതയിൽ നിന്ന് ഒരു സുഗന്ധം വമിക്കുകയും ചെയ്തു. അഗ്നിജ്വാലകൾ അദ്ദേഹത്തെ തൊടുന്നില്ലെന്ന് മനസ്സിലാക്കിയ ആരാധകന്മാർ അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. വിശുദ്ധ യോഹന്നാൻ്റെ വെളിപാട് ഇവിടെ പൂർത്തിയായി. നല്ല ഇടയനും സ്മിർനയിലെ മെത്രാനുമായിരുന്ന പോളികാർപ്പിൻ്റെ മരണത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ വിവരങ്ങളടങ്ങിയ നടപടികൾ നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു. ക്രിസ്തീയ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഏറ്റവും പഴക്കം ചെന്ന രേഖയാണിത്. സഭ രക്തസാക്ഷികളെയും അവരുടെ തിരുശേഷിപ്പുകളെയും എങ്ങനെ ആദരവോടെ വണങ്ങിയിരുന്നുവെന്നതിന് ആധികാരിക തെളിവാണിത്. അതുപോലെ പോളികാർപ്പ് ഫിലിപ്പിയർക്ക് എഴുതിയ കത്തും ആദ്യ കാലഘട്ടത്തിലെ വിലപ്പെട്ട ഒരു ആധികാരിക രേഖയാണ്. വിചിന്തനം: ആരെയും നിന്ദിക്കാതെ കർത്താവിൻ്റെ ശാന്തതയോടെ പരസ്പരം സഹായിച്ചും സത്യത്തിൽ ഐക്യപ്പെട്ട് വിശ്വാസത്തിൽ സ്ഥിരമായി അചഞ്ചലമായി നിന്ന് സഹോദരത്തിൻ്റെ സ്നേഹിതരെ, നിങ്ങൾ കർത്താവിൻ്റെ മാതൃക അനുധാവനം ചെയ്യുവിൻ. പോളികാർപ്പ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്.